ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആനന്ദും ദേവിയും കൂടി ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. അപ്പം ആനന്ദ് പറയും, ദേവി താൻ ഇവിടെ നിൽക്കുക, ഞാൻ ഒരു ടാക്സി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണേ. അപ്പോൾ പെട്ടെന്ന് പറയാം, അല്ല ദേവി, തനിക്കൊരു സാധനം തരാനുണ്ടായിരുന്നു. എന്താ ആനന്ദേട്ടാ അത് എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരു പുളി എടുത്ത് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. ഇതെന്താ ആനന്ദേട്ടാ ഇത് പുളി? ഈ സമയത്ത് ഈ വക സാധനങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹം കാണുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, താനിത് കഴിച്ചോ എന്ന് പറയാം. അപ്പോൾ ആനന്ദേട്ടൻ വളരെ സ്നേഹത്തോടെ എനിക്ക് തന്നതല്ലേ എന്നും പറഞ്ഞ് ദേവി അത് സ്വീകരിക്കുക. എന്നിട്ട് ആനന്ദ് അവിടുന്ന് വണ്ടി വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേവി അത് കഴിക്കുക. എന്നിട്ട് ദേവിക്ക് അങ്ങ് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞു വരുക. എൻ്റെ ആനന്ദേട്ടൻ എന്നെ ഇത്രയേറെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എനിക്ക് എൻ്റെ ആനന്ദേട്ടൻ്റെ സ്നേഹം തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവി അത് കടിച്ച് കഴിക്കുക. അതേസമയം ദേവമംഗലത്ത് ദേവീനെ ആനന്ദിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പം തന്നെ ദേവി കാണുന്നത് ഗോമതി അമ്മയും ബാലച്ചനും അതുപോലെ തന്നെ മീനാക്ഷി മിത്ര എല്ലാവരും തന്നെ മുറ്റത്തുണ്ട് കേട്ടോ. അപ്പം ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക. അപ്പം ആനന്ദ് പറയും, തന്നെ സ്വീകരിക്കാൻ വേണ്ടിയാ എൻ്റെ അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി ആനന്ദേട്ടാ എന്ന് അപ്പം ആനന്ദിനോട് ദേവി പറയൂ കേട്ടോ. അപ്പം അവർ വരുന്ന കാണുമ്പം തന്നെ ഗോമതി ഓടിപ്പോയി ദേവീനെ കെട്ടിപ്പിടിക്കുക. അമ്മയുടെ മോളിങ് വന്നല്ലോ, എനിക്ക് സന്തോഷമായി മോളെ, ഈ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന വാർത്തയാണ് നീ നൽകിയത് എന്നൊക്കെ പറയുമോ. അപ്പം ബാലൻ പറയും, എൻ്റെ ഗോമതി, നീ അവരെ പിടിച്ചിങ്ങനെ നിർത്താതെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കാൻ നോക്കിക്കേ എന്ന് പറയാം. ആരതി ഒഴിയുന്നതിന് മുന്നേ ഉപ്പും അതുപോലെ മുളകും ഒക്കെ ഇട്ടൊന്ന് ഒഴിഞ്ഞു കളയണം. അപ്പം ഇത്ര ചോദിക്കും, അതെന്തിനാ അപ്പച്ചി? കണ്ണേറ് കിട്ടാതിരിക്കാൻ. ഈ സമയത്തൊക്കെ പെട്ടെന്ന് കണ്ണേറ് കിട്ടും, അതൊക്കെ കളയാഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാ എന്ന് പറയും. അപ്പം തന്നെ മീനാക്ഷി ഉപ്പും മുളകും ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ഗോമതിയുടെ കയ്യിലോട്ട് കൊടുക്കുക. ഗോമതി നമ്മുടെ ദേവിനെ ഉഴിഞ്ഞ് അത് മിത്രയുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഇതുകൊണ്ട് പെട്ടെന്ന് അടുപ്പിലിട്ട മോളെ എന്ന് പറയാം. ശരി അമ്മേ എന്നും പറഞ്ഞ് മീനാക്ഷി അകത്തേക്ക് കയറി പോവാം. അപ്പം ഇതൊക്കെ കാണുമ്പം നമ്മുടെ ദേവിക്ക് ഒത്തിരി സന്തോഷമാവുക. എൻ്റെ മനസ്സ് നിറഞ്ഞമ്മേ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ മിത്ര ആരതി തട്ട് കൊണ്ട് നമ്മുടെ ഗോമതിയുടെ കയ്യിലോട്ട് കൊടുക്കും. ഇതാ അപ്പച്ചി ആരതി ഒഴിയാനുള്ള തട്ട് എന്ന് പറയാം. അന്നേരം ആനന്ദിനോട് പറയും, എടാ ആനന്ദേ, നീയും കൂടി ഇവിടെ ദേവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നേ എന്ന് പറയും. ഞാനെന്തിനാ അമ്മേ നിൽക്കുന്നത്? പിന്നെ ദേവിക്ക് തന്നെയാണോ ഗർഭം ഉണ്ടായേ? നീയല്ലേ അതിൻ്റെ ഉത്തരവാദി, അപ്പം നിനക്കും കൂടി അടുത്ത് നിൽക്കാം. രണ്ടുപേരും കൂടി ഒഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് സ്വീകരിക്കാൻ എന്ന് പറയാം. എന്നിട്ട് ആരതി ഒഴിഞ്ഞ് രണ്ടാളെയും അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമായി. പിന്നെ ഈ സന്തോഷത്തിന് മോക്കൊരു സമ്മാനമുണ്ട് എന്നും പറഞ്ഞ് ഗോമതി ഒരു വള ദേവിയുടെ കയ്യിലോട്ട് കൊടുക്കുക. എന്താ അമ്മേ, എന്തിനാ എനിക്ക് വള തന്നത്? ഇതെൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ തന്നതാ. ഇതൊക്കെ ഓരോരോ ആചാരങ്ങളാ മോളെ. അപ്പം മിത്ര പറയും, എടത്തി അതൊന്ന് കയ്യിലേക്ക് അങ്ങ് ഇട്ടോ എന്ന് പറയാം. അപ്പോൾ ഗോമതി പറയും, അയ്യോ ഇപ്പോൾ ഇത് കയ്യിൽ ഇടരുത് എന്ന് ചോദിക്കുക. അപ്പോൾ ബാലം ചോദിക്കും, അല്ല ഇത് അവളുടെ കയ്യിലിടാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത് അവളുടെ കൈ കൊടുത്ത് എൻ്റെ ഗോമതി എന്ന് ചോദിക്കുക. അത് ബാലേട്ടാ, ഇത് ഇപ്പോഴല്ല ഇടേണ്ടത്, വളകാപ്പില്ലേ മോളുടെ, ആ സമയത്ത് വേണം ഈ വള ഇടാൻ. അതുവരെ മോളിത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ദേവിക്ക് ഒത്തിരി സന്തോഷമാവുക. എനിക്ക് സന്തോഷമായി അമ്മേ എന്നൊക്കെ പറയാണ് കേട്ടോ. ശരി മോളെ, ഇത് മോള് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്ന് വീണ്ടും ഗോമതി പറയണം. ഞാനിത് നിധി പോലെ തന്നെ സൂക്ഷിച്ച് വെക്കും, എനിക്ക് അമ്മ തന്ന സമ്മാനമല്ലേ എന്ന് പറയാം. അപ്പം ബാലൻ്റെ അടുത്തേക്കാട്ടോ പിന്നെ ശ്രീദേവി ചെല്ലുന്നേ. അപ്പം ബാലൻ പറയും, നന്നായിട്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം, ശ്രദ്ധിച്ച് വേണം ഇനി ഓരോ കാര്യം ചെയ്യാൻ. ഞങ്ങളുടെ പേരക്കുട്ടിയാകും മോളുടെ വയറ്റിലുള്ളത്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയണേ. തീർച്ചയായും ബാലച്ച, ഞാൻ നിധി പോലെ കാക്കൂ ഇതിനെ എന്ന് അപ്പം ദേവി പറയാണ്. അപ്പം ബാലനാണ് സ്നേഹത്തോടെ അവളുടെ തലയിലൊന്ന് തലോടി വിടുക. എന്ത് ആഹാരം വേണമെങ്കിലും ഞങ്ങളോട് പറയണം, ഗോമതി എല്ലാം ഉണ്ടാക്കി തരും. ഇനി ഗോമതിക്ക് അറിയാത്ത എന്തെങ്കിലും ആഹാരം കഴിക്കാനോ മോക്ക് തോന്നുന്നെങ്കിൽ ഈ ബാലച്ചനോട് പറയാൻ മടിക്കരുത്, ഞാൻ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് തരാം കേട്ടോ. ഒരു ജോലി ഇനി ഇവിടെ ചെയ്യരുത്, പണ്ടത്തെ പോലെ ഓടിച്ചാടി ഒന്നും നടക്കണ്ട, മോള് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി എന്നൊക്കെ ബാലൻ സ്നേഹത്തോടു കൂടി തന്നെ ദേവിയോട് പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം നമുക്ക് ദേവിക്ക് ഒരുപാട് സന്തോഷമാകുക. ശരി ബാലച്ച, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ദേവി വീണ്ടും പറയാണ്. അപ്പം പെട്ടെന്ന് ബാലൻ ചോദിക്കും, അല്ല ഇനി മോളുടെ IT കമ്പനിയിലെ ജോലിക്കാരി എങ്ങനെയാ, ഇനിയിപ്പം അതിന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അന്നേരം ദേവി നിന്ന് പരുങ്ങുക, അത് ബാലച്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മിത്ര പറയും, അതെന്തിനാ അച്ഛാ ജോലി കളയുന്നേ എന്ന് ചോദിക്കും. അപ്പം മീനാക്ഷി പറയും, അതെ ജോലിയൊന്നും കളയേണ്ട കാര്യമില്ല അച്ഛാ, ഇത്രയും നല്ല ജോലി കിട്ടിയിട്ട് അത് കളയേണ്ട എന്തിനാ, ഇവരുടെ IT കമ്പനി അല്ലേ, അപ്പം പിന്നെ ക്യാബ് പ്രൊവൈഡ് ചെയ്യുമായിരിക്കുമല്ലോ. എടുത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ക്യാബ് കിട്ടണമെന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്താൽ മതി, അത് സാങ്ഷനായി കഴിയുമ്പോൾ വീട്ടിൽ വന്ന് ചേച്ചിനെ അവർ കൂട്ടിക്കൊണ്ട് പൊക്കോളും, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറയണം. ഇത് കേൾക്കുമ്പം എന്ത് പറയണമെന്നറിയാതെ നമ്മുടെ ദേവി കിടന്ന് വീർപ്പ് മുട്ടുക. അപ്പം ആനന്ദും ദേവിയുടെ ഈ ബുദ്ധിമുട്ട്
തൊട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പെട്ടെന്ന് പറയും, അതച്ഛാ ഞങ്ങൾ വരുന്ന വഴി കയറി അവൾക്ക് ലീവിന് ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു എന്ന് പറയാം. അപ്പം മിത്ര പറഞ്ഞു, അയ്യോ ലീവ് എഴുതി കൊടുത്തോ? ദേ എടുത്ത് ഇപ്പോഴത്തെ ഒരു ആവേശത്തിന് ലീവൊക്കെ എടുക്കും, 2 ദിവസം വീട്ടിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മടുത്തു പോകും, നല്ലൊരു ജോലി ഉണ്ടായിട്ട് അത് കളയണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അപ്പം ബാലൻ പറയും, ഒരു കണക്കിന് ലീവ് എടുത്തത് നന്നായി, എന്തായാലും ഇനിയിപ്പം മോളുടെ ശരീരമൊന്നും ഒരുപാട് അനങ്ങാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ IT കമ്പനിയിലെ ജോലി കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് വീട്ടിലിരിക്കാനാ മോൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ എന്ന് ബാലൻ പറയും കേട്ടോ. അല്ല ഇനി മോൾക്ക് സ്കൂളിൽ വല്ല ജോലി ചെയ്യാനും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇവിടെ നമ്മുടെ സമുദായത്തിൻ്റെ കീഴിലുള്ള സ്കൂളില്ലേ, അവിടെ ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ട് എന്ന് ഇന്നയുടെ മാനേജർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാനത് മേടിച്ചു തരാം എന്ന് ബാലൻ ഇങ്ങനെ പറയേ. അത് കേൾക്കുമ്പോൾ ശ്രീദേവിക്ക് എന്ത് പറയണമെന്നറിയാതെ വീണ്ടും നിന്ന് പരുങ്ങുക. എൻ്റെ ഈശ്വര, ഞാൻ എന്താ ഈ ബാലച്ചനോട് പറയേണ്ടത്, എനിക്ക് പഠിപ്പില്ലെന്ന് എങ്ങനെ ഞാൻ പറയും എന്നും പറഞ്ഞ് മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗോമതിയും പറയും, അത് നല്ല ജോലിയാ മോളെ, ഈ സമയത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ നല്ലതാ, അത് മോളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനും സന്തോഷം നൽകുന്ന കാര്യങ്ങളാ, കുട്ടികൾക്ക് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് നിന്നിലേക്കും ഉണ്ടാവും, അത് നമ്മുടെ കുഞ്ഞിന് നല്ലതേ ഉണ്ടാക്കൂ എന്ന് പറയാം. അപ്പം ഇത്രയും മീനാക്ഷിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യും. ടീച്ചറുടെ ജോലി ഏടത്തിക്ക് ഈ സമയത്ത് പറ്റിയ ഒരു ജോലി തന്നെയാണ്, ഏടത്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറ, അച്ഛൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതിയല്ലോ, അച്ഛൻ തന്നെ റെഡിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ ബാലൻ പറയും, അതെ മോൾ എൻ്റെ കൈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് തന്നാൽ മതി കേട്ടോ, ഞാനത് മാനേജറെ ഏൽപ്പിച്ച് മോൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തോളാം, അത് റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മാനേജറോട് ഞാൻ കാര്യം പറഞ്ഞാൽ തന്നെ അവൻ നിനക്ക് ആ ജോലി തരും, കാരണം ഞങ്ങൾ അത്രയ്ക്കടുത്ത സുഹൃത്തുക്കളാ എന്ന് ബാലൻ പറയാണ്. അപ്പം വീണ്ടും പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവി നിന്ന് ഉരുകുക. അന്നേരം ആനന്ദ് പറയും, അതച്ചാ ദേവിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ എൻ്റെ കയ്യിൽ തന്നായിരുന്നു, ഞാനത് എവിടെയോ വെച്ച് മറന്നുപോയി, എവിടെയോ ഉണ്ട്. അപ്പോൾ ബാലൻ പറയും, സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും അത് വാങ്ങിത്തരാം, മോൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ആദ്യം പറ എന്ന് പറയണേ. ദേവി വീണ്ടും കിടന്ന് സങ്കടപ്പെടുക, ഞാൻ എന്താ പറയേണ്ടത് എന്ന് പറയുമ്പോൾ ബാലൻ പറയും, മോള് ടെൻഷൻ അടിക്കാൻ ഞാൻ പറഞ്ഞല്ല, മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, അല്ലാതെ വീട്ടിലിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ എന്നും പറഞ്ഞ് ബാലൻ അകത്തേക്ക് കയറി പോവാണ്. അപ്പം നമ്മുടെ ദേവിനെയും കൂട്ടിക്കൊണ്ട് ഗോമതി അകത്തേക്ക് പോവുക. അപ്പോൾ ആനന്ദ് ആകെ നിന്ന് ഉരുകുക, ഞാൻ വീണ്ടും എൻ്റെ അച്ഛനോടും അമ്മയോടും കള്ളം പറയേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണേ. അതേസമയം നമ്മുടെ ഹണിമൂൺ കപ്പിൾസ് ഉണ്ടല്ലോ, ധർമ്മനും സുകന്യയും, അവർ രണ്ടുപേരും കൂടി വളരെ സ്നേഹത്തോടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും, ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ആഹാരം കഴിക്കുന്നതും ഒക്കെ. അപ്പം നമ്മുടെ ധർമ്മൻ സുകന്യയോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചായിരുന്നല്ലോ, അതുപോലെ തന്നെ അവിടെ വന്ന് അപരിചിതനുമായിട്ട് സുകന്യയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്നൊക്കെ ചോദിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ സുകന്യ ഇപ്പം കാണിക്കുന്ന ഈ അടുപ്പം. തന്നിൽ നിന്ന് ധർമ്മൻ അകന്നു പോകാൻ പാടില്ല, അതുപോലെ തന്നെ തന്നെ ധർമ്മത്തെ സംശയിക്കാനും പാടില്ല എന്നതുകൊണ്ട് മാത്രം നമ്മുടെ സുകന്യ ധർമ്മനോട് കാണിക്കുന്ന കള്ള സ്നേഹമാണ്. പക്ഷെ ധർമ്മൻ അതിനൊക്കെ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. അതേസമയം നമ്മുടെ ദേവമംഗലത്ത് റൂമിലേക്ക് ആനന്ദിൻ്റെ ഒപ്പം ദേവിയും കയറി ചെല്ലുക. അപ്പോൾ ആനന്ദ് അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദേവി ചെന്ന് ചോദിക്കും, ആനന്ദേട്ടന് എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലല്ലേ എന്ന് ചോദിക്കുക. എനിക്ക് തന്നോട് ദേഷ്യമുണ്ടെന്നുള്ളതൊക്കെ ശരിയാ എന്നും കരുതി ഈ സമയത്ത് ഞാനത് തന്നോട് പ്രകടിപ്പിക്കുകയൊന്നുമില്ല. നിൻ്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ് എനിക്ക് അത്രയേറെ വിലപ്പെട്ടതാ, അതിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യത്തുമില്ല എന്ന് പറയാം. അതുകൊണ്ടല്ലേ ഇപ്പം തന്നെ നിന്നെ ഞാനല്ലേ രക്ഷിച്ചത്, അച്ഛൻ ഓരോന്നൊക്കെ ചോദിച്ചിൽ നിന്ന് എന്ന് പറയാം. എനിക്കറിയാം ആനന്ദേട്ടന് സങ്കടമായി, ഞാൻ കാരണം വീണ്ടും ആനന്ദേട്ടന് വീട്ടുകാരോട് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാം. സാരമില്ല ദേവി, ഈ സമയം താൻ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക എന്ന് പറയാം. ആനന്ദേട്ടന് ഇനി ഒരിക്കലും എന്നെ പഴയ പോലെ സ്നേഹിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുക. എന്തായാലും ആനന്ദേട്ടൻ എന്നോട് തുറന്നു പറയണം, കാരണം ഞാൻ ആനന്ദേട്ടനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ നിമിഷം വരെ ആനന്ദേട്ടൻ എന്നോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനന്ദേട്ടൻ്റെ മനസ്സിലുള്ളത് എന്താണെങ്കിലും ഈ നിമിഷം തുറന്നു പറയണം. ഇപ്പം ആനന്ദേട്ടന് എന്താ എന്നോട് തോന്നുന്ന വികാരം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ആനന്ദ് പറയും, ഞാനൊരു സാധാരണക്കാരനാണ്, വളരെ സാധാരണക്കാരൻ, അങ്ങനെയുള്ള എനിക്ക് ഈ വീടും ഇവിടെ ഉള്ളവരും അതുപോലെ നമ്മുടെ കടയും ഒക്കെ ആയിരുന്നു ലോകം. ജീവിക്കാനുള്ള ആ കുഞ്ഞു ജോലിയിൽ ഞാൻ ഒരുപാട് സംതൃപ്തനായിരുന്നു. ഈ ലോകത്തിൽ, ഈ ചെറിയ ലോകത്തിൽ ഞാൻ ആനന്ദത്തോടെയാണ് ജീവിച്ചതും ഒക്കെ. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് താൻ വന്നത്. താൻ എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു നിധിയാണ്. എല്ലാം കൊണ്ടും എന്നെക്കാൾ വളരെയേറെ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി. തൻ്റെ സ്വഭാവമാണെങ്കിലും എന്നെ അത്രയേറെ ആകർഷിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ എൻ്റെ ഈ ലോകവും ജീവിതവും ഒക്കെ താനായി മാറുമായിരുന്നു. അങ്ങനെ
അഹങ്കരിച്ച് നിന്നിടത്തു നിന്നാണ് ഞാൻ താഴേക്ക് വീണുപോയത്. അപ്പം എനിക്കുണ്ടാവുന്ന അവസ്ഥ എന്താകുമെന്ന് തനിക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി അങ്ങ് അവിടെ നിന്ന് പൊട്ടിക്കരയുക. ആനന്ദേട്ടനെ മനഃപൂർവ്വം ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ് ആദ്യം ഒരു കള്ളം പറഞ്ഞു, പിന്നെ അതിനെ വിശ്വസിപ്പിക്കാൻ അതിന് മേലെ ഒരുപാട് കള്ളങ്ങൾ എനിക്ക് പറയേണ്ടി വന്നു. അപ്പോഴൊക്കെ എൻ്റെ ആനന്ദേട്ടനെ വഞ്ചിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ നെഞ്ചുരുക്കി കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ദേവി പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് പറയും, താൻ ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, താൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞതാ എന്ന് ആനന്ദ് പറയും. എനിക്കറിയാം ആനന്ദേട്ടനോട് എന്നോട് ക്ഷമിക്കാൻ ഒരുപാട് സമയം ചിലപ്പോൾ വേണ്ടി വരുമെന്ന്. കാരണം നിങ്ങൾ എന്നെ സ്നേഹിച്ചത് എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആനന്ദേട്ട. ഈ ലോകത്ത് ആനന്ദേട്ടന് എന്തിലും വലുതായിരുന്നു ഈ ദേവി എന്നും എനിക്കറിയാം. അങ്ങനെയുള്ള എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ചതി ആനന്ദേട്ടന് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നറിയാം എന്നൊക്കെ പറയാം. എന്തായാലും ഞാൻ കാത്തിരുന്നോളാം ആനന്ദേട്ടൻ എന്നോട് ക്ഷമിക്കുന്ന ആ ഒരു ദിവസത്തിനായിട്ട് എന്ന് ദേവി പറയാണ് കേട്ടോ. ആനന്ദ് പറയും, ഞാൻ നിന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ല ദേവി, നീ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കണം എന്ന് ദേവിയോട് വീണ്ടും പറയണേ. അതേസമയം സുകന്യയും ധർമ്മനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുകന്യ പറയും, അല്ല ധർമ്മേട്ട, ഇനി നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയാലോ എന്ന് ചോദിക്കുമോ. അല്ല സുകന്യ, ഇപ്പോഴേ പോകണോ? 2-3 ദിവസം കൂടി ഇവിടെ നിന്നിട്ടൊക്കെ പോയാൽ പോരെ? ഇതുവരെ നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും സാധിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം സുകന്യ പറയും, ഇനി എന്ത് സംസാരിക്കാനാ? നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ചു, ഒരുമിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തു, ഷോപ്പിംഗ് ചെയ്തു, കൈകോർത്ത് നടന്നു, ഇതിപ്പരം ഇനി എന്താ നമ്മൾ തമ്മിൽ അടുത്തറിയാനുള്ളത് എന്ന് സുകന്യ വീണ്ടും ചോദിക്കും. അല്ല, ഒരു ദാമ്പത്യ ജീവിതമാകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ അടുത്തറിയണ്ടേ സുകന്യ എന്ന് ചോദിക്കുക. ഇതൊക്കെ തന്നെ ധാരാളമാണ്. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത്. എനിക്ക് എന്തായാലും പറയാൻ ധർമ്മേട്ടനും സംസാരിക്കാൻ ഞാനും മാത്രം, വേറെ ആരുമില്ല ഇവിടെ. ബോറടിച്ച് ഞാൻ മടുക്കുക. അതും ധർമ്മേട്ടനാണെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോട്ട് അറിയത്തുമില്ല എന്ന് സുകന്യ ധർമ്മനോട് പറയുവാണ്. അപ്പോൾ പോകണമെന്ന് തന്നെയാണോ തൻ്റെ തീരുമാനം എന്ന് വീണ്ടും ചോദിക്കുക. അതെ, ഇവിടെ ചുമ്മാ നമ്മൾ എന്തിനാണ് നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. ഞാൻ ഇവിടെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണുകയും ചെയ്തു. എനിക്കിവിടെ ബോറടിച്ചു തുടങ്ങി. ഈ ഹോട്ടലിൽ തന്നെ എത്ര ദിവസമായി നമ്മൾ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിസിറ്റും ചെയ്തു. ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയേക്കാം ധർമ്മേട്ട. എനിക്കറിയാം ധർമ്മേട്ടനും അവിടെയുള്ള എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അത് ഗോമതി ചേച്ചി വിളിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ധർമ്മേട്ടൻ ഒത്തിരി ആ വീടിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. ധർമ്മേട്ടനും അത് ആഗ്രഹിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വീണ്ടും പറയുവാണേ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം തന്നോടൊപ്പം സമയം ചിലവഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാം. പിന്നെ ഞാൻ തന്നെപ്പറ്റി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കരുതിയിരുന്നത്. തനിക്കെന്നെ ഒട്ടും ഇഷ്ടമില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ എന്തു പറഞ്ഞാലും താൻ അതൊന്നും അംഗീകരിക്കാതിരുന്നത്. അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എന്നെ വളരെ വില കുറച്ചവനായിട്ടാണ് താൻ കാണുന്നതെന്നൊക്കെ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടോ. താൻ എന്നെ അംഗീകരിച്ച് തുടങ്ങിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ എന്നോട് ചേർന്ന് നടക്കാനൊക്കെ താനിപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2-3 ദിവസം കൂടി നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അടുത്തറിയാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ തന്നോട് 2-3 ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ മതി എന്ന് ചോദിച്ചത്. ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. പിന്നെ നമുക്ക് ആരും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല ധർമ്മേട്ട. എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ വേറൊരു വ്യക്തിയാണ്, അതുപോലെ ധർമ്മേട്ടൻ മറ്റൊരു വ്യക്തി. നമുക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതോ എന്താ ധർമ്മേട്ടൻ മനസ്സിലാക്കാത്തതെന്ന് വീണ്ടും സുകന്യ ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് ഗോമതിയുടെ ഫോൺ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ സുകന്യ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ധർമ്മന് വീണ്ടും സങ്കടം വരിക. അപ്പോൾ ഗോമതിയോട് സംസാരിക്കുമ്പോൾ ആ ചേച്ചി എന്ന് പറയുകയാണേ, എന്താടാ നിൻ്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ഗോമതി ചോദിക്കും. എനിക്ക് എന്ത് ടെൻഷൻ, ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. നീ കള്ളം പറയണ്ട, എനിക്ക് നിൻ്റെ ശബ്ദം മാറിയേ മനസ്സിലാവും. നിനക്ക് എന്താ പ്രശ്നമെന്ന് നീ പറയടാ എന്ന് പറയാം. എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി, ഇവിടെ റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് ക്ലിയർ ആകാത്തതായിരിക്കും, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ കുറേ ദിവസമായില്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ കുളിച്ചതിൻ്റെ എന്തെങ്കിലും ജലദോഷം പോലെ ഉണ്ട്, അതായിരിക്കും ശബ്ദം അടഞ്ഞ പോലെ തോന്നുന്നത്, അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ എന്ന് ഗോമതിയോട് പറയാം. എന്നാൽ കുഴപ്പമില്ല. അതെ, ദേവിമോള് തിരിച്ചു വന്നു കേട്ടോ ദേവമംഗലത്തേക്ക് എന്ന് പറയാം. ആനന്ദ് ഇന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നു, അതെന്തായാലും നന്നായി എടുത്തി. ഈ സമയത്ത് അവൾ നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ് നല്ലത്. ചേച്ചിക്ക് അവളെ നന്നായി ശ്രദ്ധിക്കാനും പറ്റുമല്ലോ എന്ന് പറയാം. അതെ, നിങ്ങൾ എന്നാടാ വരുന്നേ? ഞങ്ങളും ഇനി ഉടനെ തന്നെ വരും. ചിലപ്പം
അപ്പം ഇന്നോ നാളെയോ തന്നെ വന്നൊന്നും ഇരിക്കും ചേച്ചി എന്ന് പറയാം. ആഹാ, അപ്പം നിങ്ങളും കൂടി വാ, എന്തായാലും നിന്നെ കാണാൻ എൻ്റെ കണ്ണ് തുടിക്കുന്നുണ്ട്, എത്ര ദിവസമായിടാ പോയിട്ട് എന്ന് കോമതി ചോദിക്കാം. അപ്പം ഇതൊക്കെ സുകന്യ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.